നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നമുക്കറിയാമല്ലോ പ്രവാസികളുടെ സ്വന്തം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലിയെ കുറിച്ച്. പ്രവാസികൾക്ക് ഏറെ അവസരം നൽകി അവരെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഒരേ ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തി. ഇദ്ദേഹത്തെക്കുറിച്ച് രൂക്ഷ വിമർശനം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോഴിതാ അതെല്ലാം മാറ്റി പറഞ്ഞിരിക്കുകയാണ് മുൻ MLA PC ജോർജ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി PC ജോർജ് MLA കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു സമുദായത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് PC ജോർജ് ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ M.A. യൂസഫലിക്കെതിരെ നടത്തിയ പരാമർശം പിൻവലിക്കുന്നതായി മുൻ MLA PC ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ തന്നെയും അദ്ദേഹം മറ്റു കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പറയുകയായിരുന്നു. മുസ്ലിം തീവ്രവാദികൾക്കുള്ള പിണറായി വിജയന്റെ റമദാൻ സമ്മാനമാണ് തന്റെ അറസ്റ്റെന്നും ജോർജ് പറയുകയായിരുന്നു. വിദ്വേഷ പ്രസംഗ കേസിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നതായാണ് അദ്ദേഹം പറഞ്ഞത്. തെറ്റെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പിൻവലിച്ചിട്ടുമുണ്ട്. എനിക്കതിൽ മടിയില്ല. ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കാത്ത മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും വോട്ട് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ എങ്ങനെ വർഗീയവാദിയാകും എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. പരിപാടിയിൽ ഒരു കാര്യം മനസ്സിലിരുന്ന ആശയമല്ല പറഞ്ഞത്. യൂസഫലി വളരെ മാന്യനാണ്. പിണറായി സർക്കാർ റിലയൻസിന്റെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ നീക്കം നടത്തുന്നതിനെ ഞാൻ എതിർത്തിരുന്നു. അതുപോലെ യൂസഫലി ഇങ്ങനെ മാൾ തുടങ്ങിയാൽ മനുഷ്യന്മാരെല്ലാം അവിടെ കയറി ചെറുകിട കച്ചവടക്കാരെല്ലാം പട്ടിണിയാകുമെന്ന് പറയാനാണ് ശ്രമിച്ചത്. ഹിന്ദുവും ക്രിസ്ത്യാനികളും എന്നില്ല, എല്ലാവരും അവിടെ പോകും. മുസ്ലിങ്ങളാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ട് യൂസഫലിയുടെ ഈ സ്ഥാപനത്തിൽ കയറരുത്, സാധാരണക്കാരുടെ സ്ഥാപനത്തിൽ കയറണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അത് യൂസഫലിക്ക് എതിരല്ല. അദ്ദേഹത്തെ അപമാനിക്കാനും ഉദ്ദേശിക്കുന്നില്ല. യൂസഫലിക്കെതിരെ പറഞ്ഞത് ഞാൻ പിൻവലിക്കുകയാണ് എന്നും PC ജോർജ് വ്യക്തമാക്കി. ഒരു മതസമുദായത്തിൽപ്പെട്ടവരുടെ ഹോട്ടലുകളിൽ വന്ധ്യംകരിക്കാനുള്ള ശ്രമം നടത്തുന്നതായുള്ള പ്രസ്താവനയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. വയനാട്ടിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. അത് വായിച്ച പുസ്തകത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഉണ്ടായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം തീവ്രവാദ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയാണ്. മഹാരാജാസ് കോളേജിൽ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകം തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരുമായി ഞാൻ തെറ്റിയത്. കോൺഗ്രസും LDFും ഒന്നാണ്. മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് ലക്ഷ്യമിട്ട് കോൺഗ്രസും LDFും ഒരേ രീതിയിൽ നീങ്ങുകയാണ്. ഇതിനെതിരെ സംസാരിച്ചതിനാണ് എന്നെ ജയിലിലിടാൻ നോക്കുന്നത്. പക്ഷേ ഈ രാജ്യത്ത് നീതിപീഠമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ PC ജോർജിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർദ്ധമനസ്സോടെയാണ് നടപടി സ്വീകരിച്ചതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്തുമെത്തി. 29-ന് നടന്ന വിദ്വേഷ പ്രസംഗത്തിൽ കേസെടുത്തത് 3 ദിവസം കഴിഞ്ഞ് മാത്രമാണെന്ന് K. സുധാകരൻ വിമർശിച്ചു. കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമോ എന്ന ഭയത്താൽ ജോർജിനെതിരെ നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതമായി. BJP പിണക്കാതിരിക്കാനുള്ള എല്ലാ കരുതലും സ്വീകരിച്ചുകൊണ്ടാണ് ജോർജിനെ സ്വന്തം വാഹനത്തിൽ പോലീസ് സംരക്ഷണത്തോടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. പിണറായി വിജയന്റെയും RSSന്റെയും കണ്ണിലുണ്ണിയാകാനാണ് PC ജോർജ് കുറെ കാലമായി ശ്രമിക്കുന്നത്. അറസ്റ്റിലായ ജോർജിനെ അഭിവാദ്യം ചെയ്യാൻ BJP നേതാക്കളും അണികളും കൂട്ടത്തോടെ ഇറങ്ങിയെന്നും സുധാകരൻ പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.